മൈ ചാനൽ. സുഖമാണ് എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം ഈവനിങ് ഏകദേശം ഒരു 4:22 കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. കാര്യം നല്ല തൊണ്ടവേനുണ്ട്, പിന്നെ ജലദോഷം വരുന്ന പോലെ പനി വരണ മാതിരി ഒരു ഫീലിങ്ങും. തണുപ്പ് കാലമായില്ലേ, എനിക്കിതൊക്കെ ഭയങ്കര ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. വരലക്ഷ്മി ഫംഗ്ഷൻ്റെ ഡെക്കറേഷനും വീഡിയോ ആയിരുന്നു. അപ്പം അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇന്ന്. എനിക്കറിയാവുന്ന രീതിയിലുള്ള ചില ഡെക്കറേഷൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിൽ കണ്ടാലോ. അപ്പം എനിക്ക് വന്നിട്ട് ഈ ഒരു വരലക്ഷ്മി ഫംഗ്ഷനെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. കാര്യം ഇത് നമ്മളെ നാട്ടിലുള്ള ഫംഗ്ഷൻ അല്ലല്ലോ, തമിഴ്നാട്ടിലും ഈ ഒരു ഏരിയയിലുള്ള ഫംഗ്ഷനാണ്. ഇനിയിപ്പം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, എന്നെ ചീത്ത വിളിക്കരുത്. കാര്യം പാലക്കാട് മലപ്പുറം ഏരിയയിലൊന്നും വന്നിട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. നമ്മളധികം അവിടെയാണല്ലോ നാട്ടിലുള്ളത്. അപ്പം എൻ്റെ അച്ഛൻ്റെ വീട് എടപ്പാൾ കഴിഞ്ഞ് ശങ്കരംകുളത്തും, അമ്മയുടെ വീട് നമ്മളുടെ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ജോയിൻ ചെയ്യുന്നിടത്ത്, അതായത് പുലാമന്തോട് പെന്തമണിക്ക് അടുത്താണ്. അപ്പം ആ ഒരു ഏരിയയിലൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടില്ല. ഗണേശൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഇവരുടെ ഒരു കൾച്ചറിലുള്ള ഒരു ഫംഗ്ഷനാണിത്. ഓക്കെ, അപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ്. ഇത് പ്രോപ്പറായിട്ടാണോ ഞാൻ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. അപ്പം കണ്ടിട്ട് അറിയുന്നവരാണെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അതേപോലെ എൻ്റെ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടെന്നും പറയാം. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനത്ര പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക വെച്ചാൽ പറഞ്ഞു തരാം. അതേപോലെ തന്നെ എൻ്റെ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടെന്ന് കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ വന്നിട്ട് ചെയ്യുന്നത് ഒരു 2 ഡെക്കറേഷനാണ്. ഒന്ന് നമ്മളുടെ വരലക്ഷ്മിയുടെ ഭഗവതീനെ ഒരുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് വന്നിട്ട് അതിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ലക്ഷ്മി കടാക്ഷുള്ള ഒരു ചെറിയൊരു ക്രാഫ്റ്റും. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വരലക്ഷ്മി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു മീഷോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഇത് സെക്കൻഡ് പർച്ചേസ് ചെയ്താട്ടോ. അപ്പം സൗണ്ടിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അടുത്ത വീട്ടിലെ സിവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ മീഷോന്ന് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ്. മീഷോന്ന് ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സൊക്കെ കിട്ടാറുണ്ടെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല കേട്ടോ. എനിക്ക് വന്നിട്ട് മീഷോന്ന് ഇതുവരെ അങ്ങനത്തെ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്സൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മീഷോന്ന്. എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും അവരുടെ കൊറിയർ സർവീസ്. ഇത് പെയ്ഡ് പ്രൊമോഷനാന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരരുത് കേട്ടോ. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. അപ്പം ഞാൻ തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പം ഇത് ഏകദേശം എനിക്കൊരു 100 രൂപ മുതൽ 200 രൂപ ആ ഒരു ബഡ്ജറ്റിലാട്ടോ എനിക്കായത്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവർ സെക്യൂറായിട്ട് പാക്ക് ചെയ്യും കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ, ഇത് നമ്മളുടെ വരലക്ഷ്മി ദേവിയുടെ ഫേസാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗ്. ഭഗവതിയുടെ ഫേസ് കയ്യിൽ കിട്ടാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ച സമയത്തിന് കിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ സമയത്തിന് തന്നെ വന്നായിരുന്നു. ഇൻഫാക്റ്റ് 2 ദിവസം മുമ്പ് തന്നെ വന്നിട്ടുണ്ട് സംഭവം. എപ്പോഴും മീഷോ വന്നിട്ട് കറക്റ്റ് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് കറക്റ്റായിട്ടുള്ള ഡേറ്റിനേക്കാളും മുമ്പ് വന്നിട്ട് നമുക്ക് വരാറുണ്ട് കേട്ടോ. അതെനിക്ക് ഒരു നല്ല ഫീഡ്ബാക്കായിട്ട് തോന്നി. അപ്പം നമുക്ക് ആദ്യത്തെ ക്രാഫ്റ്റിലോട്ട് കിടക്കട്ടെ. അപ്പോൾ ഇത് ചെറിയൊരു ഉരുളി അല്ലെങ്കിൽ അതേപോലെ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ വയ്ക്കുക. കുറച്ച് ഐശ്വര്യം ആയിക്കോട്ടെ എന്നേ, മഞ്ഞളും കുങ്കുമവും വയ്ക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം ഒരു ചെറിയൊരു ഗം ടേപ്പ് എടുക്കുക. നമ്മൾ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതാട്ടോ കുറച്ചുകൂടി ബെസ്റ്റ്. എൻ്റെ അടുത്ത് അതില്ല. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗം ടേപ്പ് യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗം ടേപ്പിൽ നമ്മൾ ഉൾഭാഗം കുറച്ച് സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണണം. അതേ നമ്മൾ കോയിൻ വന്നിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം നമ്മളുടെ നോർമൽ കോയിൻ ഇപ്പം ഗോൾഡൻ കളറിലും വരും. അത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം.
ഞാൻ സിൽവറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 2 ലൈൻ വന്നിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു പീഠം മാതിരി, പീഠം എന്തെങ്കിലും ഒരു കൊച്ചു പീഠം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ വന്നിട്ട് എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ കവർ ചെയ്യണു ഉണ്ട്, പക്ഷേ വലിപ്പം ശരിയാവണില്ല. അപ്പം ഈ ഒരു തട്ടിന് കുറച്ച് ചേർത്ത് മതിയല്ലോ. അപ്പം എന്നിട്ട് ഒരു ചെറിയൊരു കുടവോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പോട്ടോ എടുത്തിട്ട് നമ്മൾ സൈഡിലോട്ട് അത് സ്റ്റിക്ക് ചെയ്യുക. ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ ഗം ടേപ്പിൽ ഒട്ടിച്ച നമ്മളുടെ കോയിൻ ലൈൻസ് നമ്മൾ അതിൽ വന്നിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുമ്പോൾ എങ്ങനെ തോന്നണമെന്ന് വെച്ചാൽ ഒരു കുടത്തിൽ നിന്ന് നമ്മളുടെ ലക്ഷ്മി ദേവിയുടെ കയ്യിലിരിക്കുന്ന കുടമില്ലേ, അതിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇതേപോലെ വന്നിട്ട് സ്പ്രെഡ് ചെയ്യണം, അത് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം അടുത്ത നമുക്ക് ഭഗവതി എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഞാനൊരു ചെറിയൊരു ഉരുളയിലോ ഒരു ചെറിയൊരു പാത്രത്തിൽ നിറച്ച് അരി എടുത്തിട്ട് അതിൽ വന്നിട്ട് ഒരു കുടം പ്ലേസ് ചെയ്യണം കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പം ഒരു കുടം കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്തിട്ട് അത് സെറ്റായില്ല. അപ്പോൾ ഒരു ചെറിയ കുടം കൂടെ ഞാൻ വെച്ചു. അപ്പം നമ്മൾ ഇതിനകത്തൊരു തേങ്ങ വെച്ചിട്ട് അതിൻ്റെ മേലെ ഭഗവതിയുടെ ഫേസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യണം. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വെച്ചപ്പോൾ സെറ്റായില്ല കേട്ടോ. അയ്യോ ചിരിപ്പോയി. അപ്പം ഞാൻ വേറൊരു കുടം കൂടി വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ഞാൻ തന്നെ ഗമ്മിൽ സീക്വൻസ് ഒട്ടിച്ചെടുത്തൊരു ഇതാണ് കേട്ടോ, ഒരു എന്താ പറയുക, ഒരു നെക്ലേസ് ഭഗവതിക്ക് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അമ്മ ഇവിടെ എല്ലാ ഭഗവതികൾക്കുള്ള ഡ്രസ്സൊക്കെ അമ്മ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അമ്മ ഒരു പെർഫെക്റ്റ് ഡിവോഷനായിട്ടുള്ള ഒരാളായിരുന്നു. ഡെയിലി അമ്പലത്തിൽ പോവും, എപ്പോഴും നാമം ചൊല്ലിയിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഭക്തിയുള്ള ഒരാളായിരുന്നു. എനിക്ക് അത്ര ഭക്തിയും ശ്രദ്ധയൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ പ്രേയേഴ്സ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അമ്മ ഉണ്ടാക്കിയൊരു സ്കേർട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് സാരി വെച്ച് ചെയ്യാമെന്നാണ്. പക്ഷേ അമ്മയുടെ ഒരു ടച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അമ്മ ഇല്ലല്ലോ, അപ്പം അമ്മ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് സെറ്റായില്ല. അപ്പം ഞാൻ കുറച്ച് ഞെറി എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. വേറെ വെച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അത് സെറ്റായില്ല. അപ്പം ഞാൻ അതിൻ്റെ ബാക്കിലോട്ടുള്ളത് പിടിച്ച് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തത്. എനിക്കപ്പം സ്റ്റിച്ച് ചെയ്യാനോ പിന്നെ കുത്താനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഗം വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് ഞാൻ ഇത് ശരിയായില്ല. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നോക്കണമല്ലോ. അതിൽ ഞാൻ വന്നിട്ട് വേറൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഒരു ഷോള് പോലെ പിൻ ചെയ്തിട്ട് ഇത് അഴിച്ചു കേട്ടോ. ഇത് ഫ്രണ്ടിലോട്ടുള്ളത് അഴിച്ചിട്ട് ഒരു ഷോള് പോലെ പിൻ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ ചെയ്തത്. നമുക്കിതിനെ പറ്റി വലിയ നോളജൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ എനിക്കപ്പം തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഗൈഡ് ചെയ്യാൻ ആരുമില്ലല്ലോ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് അച്ഛനായിരുന്നു. അമ്മ ഇല്ലാത്തപ്പോഴും അച്ഛനുള്ളപ്പോൾ അതിൻ്റെയും കുറച്ചുകൂടെ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അച്ഛനും കൂടി പോയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഗം അവിടെ ഒട്ടിയിരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഗം ടേപ്പ് എടുത്ത് വെച്ചിട്ട് അത് സെറ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഞാൻ താഴെ വന്നിട്ട് ഒരു നമ്മുടെ ഭരതനാട്യത്തിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. ഭരതനാട്യത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലില്ലേ, അതേപോലെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതേപോലെ മേലെ ഒരു സീക്വൻസും കൂടി ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ ആ കുടത്തിൻ്റെ സൈഡ് കാണുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാവാടയുടെ മേലെ ഞെറിയൊക്കെ എനിക്ക് അപ്പോഴൊന്നും ഞെറി തൃപ്തിയായിട്ടില്ല കേട്ടോ. ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കീഴെ വന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഡാൻസിൻ്റെ ഒക്കെ വെക്കുന്ന പോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്തോ എനിക്കറിയില്ല. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിതേപ്പറ്റി വലിയ നോളജൊന്നുമില്ല. അപ്പം നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് അത്രയും നോളജൊന്നുമില്ല ഇതിനെക്കുറിച്ച്.
അപ്പം തെറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി പറയണം കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനിയും എങ്ങനെ ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.